യേശുനാഥാ. ആമേൻ ആമേൻ സർവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥാ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ നിത്യപിതാവേ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനത്തിൻ്റെ ആദ്യ ഭാഗമെന്ന് പറയുന്നത് സാക്ഷ്യവിചാരമാണ്. അതായത് ഈ ആഴ്ചയിൽ നടന്ന ചില സാക്ഷ്യങ്ങളെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയും ആ സാക്ഷ്യങ്ങളുടെ ഒരു ഉടമ്പടി ജീവശാസ്ത്രമുണ്ട്, അത് വചനാധിഷ്ഠിതമായി പരിശോധിക്കുകയും ആ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു ആപ്ലിക്കേഷൻ കിട്ടുകയും ചെയ്യുകയാണ് ഈ സാക്ഷ്യവിചാരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ ആഴ്ചത്തെ നല്ല സാക്ഷ്യങ്ങളിലൊന്ന് ക്രിസ്റ്റി ജിനോയുടെ സാക്ഷ്യമാണ്. എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ്, നല്ലതല്ലാത്ത സാക്ഷ്യങ്ങൾ നമ്മളിവിടെ പറയിപ്പിക്കത്തുമില്ല. പക്ഷെ അതല്ല ടിപ്പിക്കൽ സാക്ഷ്യം എന്ന് പറയും. ക്രിസ്റ്റി ജിനോയുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ അവർ ജർമ്മൻ സ്റ്റുഡൻറ്റാണ്, ജർമ്മൻ ഭാഷ സ്റ്റുഡൻറ്റാണ്. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റണില്ല. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ആദ്യകാലങ്ങളിൽ അവർക്ക് A1 A2 പരീക്ഷയുടെ സമയത്ത് കോവിഡാണ് വന്നത്. അവർക്ക് കോവിഡ് വന്ന് ശ്വാസം കിട്ടാതെയായി, ക്ലാസ്സിൽ പോകാൻ പറ്റാതെയായി, ക്ലാസ്സിൽ ആബ്സെൻ്റായി. അപ്പോൾ പരീക്ഷ അറ്റൻഡ് ചെയ്താൽ തോക്കുമെന്നുള്ള കാരണം വെറുതെ കാശ് കളയണ്ട എന്നാണ് പൊതുവെയുള്ള ഒരു പൊതുധാരണ. പക്ഷേ എങ്കിലും അവളുടെ മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ട്, നീ അറ്റൻഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അറ്റൻഡ് ചെയ്യുകയും 60% പോലും അറ്റൻഡൻസ് ഇല്ലായിരുന്ന ഈ ക്രിസ്റ്റി ജിനോ A1 A2 കവർ ചെയ്യുകയും ചെയ്യും അത്ഭുതകരമായി. പിന്നെ B1 B2 എക്സാം വരും, ജർമ്മൻ. അത് അവർക്ക് കോയമ്പത്തൂർ പോയി എഴുതേണ്ടതാണ്. B1 B2 എക്സാം വരുമ്പോൾ കുറച്ച് പഠിക്കാൻ പറ്റും, കുറച്ച് പഠിക്കാൻ പറ്റത്തില്ല, കൊളാപ്സാണ്. പക്ഷെ പരീക്ഷ എഴുതാൻ പോയ സ്ഥലത്ത് എനിക്കൊന്ന് കൽക്കട്ടയിലാണ് പരീക്ഷ എഴുതാൻ പോയിരിക്കണം തോന്നുന്നത്. അവിടെ വെച്ച് ഇവർക്ക് ഫുഡ് പോയ്സൺ അടിക്കും. അവിടുത്തെ ഭക്ഷണം പിടിക്കാതെ വന്നിട്ട് ഛർദിലും മറ്റസുഖമൊക്കെ ഇട്ടിട്ട് കിടന്നു പോകും, തളർന്നു പോകും, എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാകും. എന്നിട്ട് ഉള്ള ജീവൻ വെച്ചുകൊണ്ട് ഇവർ പോയി B1 B2 അറ്റൻഡ് ചെയ്യും. പക്ഷെ അതിനെല്ലാം നല്ല സ്കോർ കിട്ടും. എന്താ വിഷയം എന്ന് പറയണത്, നമ്മൾക്ക് ഇവിടെ ഒന്നും ഒരു കറക്റ്റായിട്ട് എന്താണ് സംഭവിക്കണമെന്ന് റീസണബിളായിട്ട് പറയാൻ പറ്റണില്ല. ഒരു യുക്തിപരമായിട്ട് ഇതിൻ്റെ അകത്ത് ഒത്തിരി യുക്തിപരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാക്ഷ്യമല്ലത്. പക്ഷേ ഇറ്റ്സ് ഹാപ്പൻഡ്. സോ അതങ്ങനെ സംഭവിക്കുന്നു. അതിന് ബൈബിളാണ് എൻ്റെ കാരണങ്ങൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ റീസണബിളായിട്ട് നടക്കത്തില്ല, മാത്തമാറ്റിക്കലായിട്ട് നടക്കത്തില്ല, യുക്തിപരമായിട്ട് നടക്കത്തില്ല. പിന്നെ ഇതെങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ബൈബിളേ പറയത്തുള്ളൂ, കർത്താവിൻ്റെ വചനമേ പറയത്തുള്ളൂ. എന്താണ് പറയണത്? എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ് എന്ന് പറഞ്ഞ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. റോമ 9:16 മെസ്സേജ് ഉള്ളത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ജീവിതം നിന്നെ
ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോമ 9:16 9:16 വാക്യം. അതുകൊണ്ട് ഇത് പറഞ്ഞ അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. അപ്പൊ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ളതാണ് അതിന് പ്രാധാന്യം. എന്താണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം? ദൈവത്തിൻ്റെ ദയ. ദൈവം നമ്മോട് ഒരു ദയ കാണിക്കുന്നതാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. വീട്, ജോലി, വിവാഹം, രോഗസൗഖ്യം എല്ലാം ദൈവം നമ്മോടൊരു ദയ കാണിച്ചാൽ നമ്മളുടെ സങ്കല്പങ്ങൾക്കും ധാരണകൾക്കും അതീതമായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? എങ്ങനെയാണ് ദൈവത്തിൻ്റെ ദയ നമുക്ക് അസ്പയർ ചെയ്യണത് അല്ലെങ്കിൽ ആർജിക്കേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താ? എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ ദയ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ ദയ ആർജിക്കാൻ പറ്റണം, അല്ലേ? ദൈവത്തിൻ്റെ ദയ ആർജിക്കാൻ പറ്റുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇങ്ങനെ മസിൽ പിടിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ നമുക്ക് ദൈവത്തിൻ്റെ ദയ അടിച്ചു മാറ്റാൻ പറ്റത്തില്ല, ആർജിക്കാനും പറ്റത്തില്ല, പിടിച്ചു വാങ്ങാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിനൊരു സ്റ്റാൻഡിങ് നിലപാടുണ്ട്. ദൈവത്തിൻ്റെ സ്റ്റാൻഡിങ് നിലപാടുണ്ട്. എന്താ നിലപാട്? അതായത് എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കുന്നു, ഇഷ്ടമുള്ളവരോട് അനുകമ്പയും. അവിടെ കഴിയണ്ട വിഷയം പറഞ്ഞിട്ടില്ലേ? റോമ 9:15 ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 9:18 താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു. ഒന്ന് പറഞ്ഞേ, താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു. അടുത്തത് അതുപോലെ താൻ ഇച്ഛിക്കുന്നവരെ കഠിന ഹൃദയരാക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്റ്റാൻഡിങ് വർക്ക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഗിമിക്ക് കാണിച്ച് ദൈവത്തിൻ്റെ ദയയ്ക്ക് പാത്രീഭൂതമാകാനൊന്നും പറ്റത്തില്ല. അതാണ് വിഷയം. അതേസമയം തന്നെ ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അത് റോമ 9:15 9:16 അടുപ്പിച്ചടുപ്പിച്ച് പറഞ്ഞ വാക്കുകളാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പറഞ്ഞേ, ദൈവത്തിൻ്റെ ദയയാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ജോലി, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ സീനിയോറിറ്റിയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന്. മണ്ണാങ്കട്ട ഒരു കണക്ക് വർക്ക് ചെയ്യത്തില്ല. നിങ്ങളത് നിങ്ങളുടെ മെരിറ്റാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനമെന്ന് മനുഷ്യനൊരു ധാരണയുണ്ടല്ലോ. മനുഷ്യന് പൊതുവെ ഒരു ധാരണയില്ലേ? എല്ലാത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ മെരിറ്റാണ്, യോഗ്യതയാണ്. പക്ഷേ ബൈബിൾ എന്താ പറയണത്? എല്ലാത്തിൻ്റെ അടിസ്ഥാനം നിൻ്റെ യോഗ്യതയാകണം നിർബന്ധമില്ല. പിന്നെന്താണ്? ദൈവത്തിൻ്റെ. ദാറ്റ് മീൻസ് നിനക്ക് മെരിറ്റ് ഇല്ലെങ്കിലും കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ അതാണ് നിൻ്റെ മെരിറ്റ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. നമ്മൾ ഈ വചനത്തിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്ന സാക്ഷ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം, ഒരു പത്തനംതിട്ടയിൽ ഒരു സിബി മാത്യുവിൻ്റെ സാക്ഷ്യം. സിബി മാത്യുവിൻ്റെ പ്രശ്നം എന്താണ്? അദ്ദേഹം 2018 പ്രളയത്തിൽ, നമുക്കറിയാം പത്തനംതിട്ട ചെങ്ങന്നൂർ ഭാഗങ്ങളൊക്കെ പ്രളയത്തിൻ്റെ ഏറ്റവും വലിയ കെടുതി അനുഭവിച്ച സ്ഥലങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയും അദ്ദേഹത്തിൻ്റെ കമ്പനിയും എല്ലാം ഒഴുകിപ്പോയി, നശിച്ചു പോയി. അദ്ദേഹം വലിയ കടത്തിലും, 2 തരത്തിൽ കടങ്ങൾ വന്ന്. ഒന്ന് ബാങ്കുകാർ ജപ്തിയിലാക്കി,
അവശേഷിക്കുക ഉള്ളതാ പോയി, അവശേഷിക്കുന്നത് ബാങ്കുകാർ ജപ്തിയിലാക്കി. അതേസമയം തന്നെ പ്രൈവറ്റ് ലോൺസ് അദ്ദേഹം കൊടുക്കാനുണ്ടായിരുന്ന ആൾക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് വളരെ മാന്യമായി ജീവിച്ച ഒരു മനുഷ്യനാണ്. അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചങ്കിങ്ങനെ പെട്ടെന്ന് കണ്ണിങ്ങനെ നിറയും. കാര്യം വളരെ മാന്യമായ രീതിയിൽ ജീവിച്ചതാണ്. പക്ഷെ ഒരു പ്രളയം വന്നതോടുകൂടി ലൈഫിങ്ങനെ തിരിച്ചു വെച്ച പോലെ അതൊക്കെയാണ് പോയത്. അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും അസ്ഥി ഭദ്രതകളും എല്ലാം പോയിട്ട് അദ്ദേഹം വലിയ കുടിയ കടക്കാരനായി മാറിയിട്ട് ബാങ്കിൽ ജപ്തിയാകാൻ പോകുന്നു. ജപ്തി നോട്ടീസ് ഇട്ട് ഡേറ്റ് ഇട്ട്. അതേസമയം തന്നെ അദ്ദേഹത്തിന് പ്രൈവറ്റ് കടക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ വീട് വളയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ ആരോ പറഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ് പോലെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം അത് കൊണ്ടുവന്ന് ഒരാഴ്ച ഒരാഴ്ചക്ക് മുമ്പാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് നിക്കക്കളിയില്ലാതെ വീടുകളിൽ ആളിങ്ങനെ കടക്കാരെപ്പോഴും വന്ന് നാണം കെടുത്താൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്ത പേപ്പറുമായിട്ട് വന്ന്, അപ്പോൾ ഞാൻ ഈ ഉടമ്പടി ജപ്തി പേപ്പർ കൊണ്ടുപോയി അമ്മയെടുത്ത് ഏൽപ്പിച്ചു. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അർത്ഥവത്തായ ഒരു കാര്യമാണ് വിശ്വാസിയെ സംബന്ധിച്ച്. അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതെന്ത് പരിപാടിയാണെന്ന് തോന്നിപ്പോകും. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വേറെ ലൈനിലാണ് അത് പോണത്. കാര്യം നമുക്ക് വേറെ ഒരു മെറിറ്റില്ല. വചനം എന്താ പറയണത്? റോമ 9:16 എന്താ പറയണത്? എല്ലാത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കാരുണ്യമാണ്. അതാണ് സംഭവം. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് എല്ലാ അമ്മയെ കാര്യം ദൈവത്തിൻ്റെ തിരുസ അമ്മയേക്കാൾ വലിയ മാധ്യസ്ഥയില്ല, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം അമ്മയുടെ അടുത്ത് സമർപ്പിച്ച് കഴിയുമ്പോൾ കാര്യത്തിൽ നമ്മൾക്ക് മെറിറ്റ് ഇല്ലെങ്കിൽ, ഇപ്പം നമുക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഈശോയോട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. മെറിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര കൊലകൊമ്പനായാലും ചിലപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള യോഗ്യത ഇല്ലാതാണ്ട് വരും. അതുകൊണ്ടാണ് യോഗ്യതയില്ലാത്ത ഒരു അവസ്ഥ വന്നാലാണ് മരിയൻ കവനൻറ്റിൻ്റെ പ്രസക്തി വരുന്നത്. നമ്മളതുകൊണ്ട് നമ്മളൊന്നും കാണുന്നില്ല. ഞാൻ ആ ജപ്തി പേപ്പർ 2 കോടി ജപ്തി പേപ്പർ കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് വെച്ചിട്ട് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു സമർപ്പണ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കണത്? തിരിച്ചു കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു വെളിച്ചം കിട്ടും. പെട്ടെന്ന് എന്താണ്, ഒരു 6 മാസത്തിന് മുമ്പോ മറ്റ് ഒരു ഫ്രണ്ടിനെ അദ്ദേഹം പരിചയപ്പെട്ടിരുന്നു. ജസ്റ്റ് റീസെൻ്റാണ്, കാഷ്വലായിട്ട് അങ്ങനെ പരിചയപ്പെട്ടതാണ്. ജസ്റ്റ് റീസെൻ്റ്. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, നിന്നെ രക്ഷിക്കാനുള്ള നീ ദൈവത്തിൻ്റെ ഒരു വഴികളിലേക്ക് പോകുന്ന വ്യക്തിയാണ് എന്ന് ദൈവത്തിന് തോന്നിയാൽ, നാളെ കാലം നിനക്കൊരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തെ മനസ്സിലായാൽ, ദൈവം ആ വിഷയം നിന്നെ രക്ഷിക്കാനുള്ള വഴികൾ സെറ്റ് ചെയ്ത് വെച്ചേക്കും. പക്ഷേ നീ ഡോൺ കെയർ ആയാൽ, ദൈവത്തിനേക്കാൾ വലിയ എൻ്റെ കഴിവാണ്, എൻ്റെ ബുദ്ധിയാണ്, എൻ്റെ ശക്തിയാണ്, അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഉള്ള എൻ്റെ ബന്ധുക്കളാണെന്നൊക്കെ പറഞ്ഞിരുന്നാൽ നീ ദൈവത്തിനെ അവോയ്ഡ് ചെയ്താൽ നീ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതി വെളിപ്പെടുത്തത്തില്ല. കാര്യം എന്താണ്? പന്നിയുടെ മുമ്പിൽ കൊണ്ടുപോയി രത്നങ്ങൾ വിതറുന്നതെന്ന് ഈശോ നേരത്തെ പറഞ്ഞത് ദൈവത്തിൻ്റെ നിലപാടാണത്. നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ വിതറരുത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി ശ്രീകണ്ഠ സുവിശേഷം 7:6. നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. അത് പറഞ്ഞാൽ നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. അപ്പൊ ദൈവത്തിന്റെ മനസ്സിലിരിപ്പ് കൃത്യമല്ലേ? ഇത് ഈ കളി അറിയാതെ കളിച്ചാൽ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. ഇത് കഴിഞ്ഞാൽ നമ്മളൊരു പന്നിയാണെന്ന് വിചാരിച്ചോ, ദൈവത്തിന് എന്താ വെച്ചാൽ പന്നിയുടെ സ്വഭാവം എന്താണ്? ചുമ്മാ വെട്ടി വിഴുങ്ങുക, കുറേ പ്രസവിക്കുക, ആ പ്രസവിക്കുന്ന കൊച്ചിനെ തന്നെ തിന്നുക. പന്നിയുടെ സ്വഭാവം അതാണല്ല. നമ്മൾ നോക്കിയിരുന്ന ഒരു 21 കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിക്കും, പക്ഷേ കിട്ടണ 7 എണ്ണമാണ്. ബാക്കിയെല്ലാം അത് രാത്രി അടിച്ചു കളയും, തന്നെ അടിച്ചു കളയും. സ്വന്തം കുഞ്ഞിനെയാണ് തിന്നണമെന്ന് പോലും അതിന് ബോധമില്ല. ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നീയെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ദൈവിക വഴികൾ വെളിപ്പെട്ട് കിട്ടത്തില്ല. കാര്യം എന്താ? ദൈവം അത് വെളിപ്പെടുത്തത്തില്ല. കാര്യം വെളിപ്പെടുത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ വെളിപ്പെടുത്തി തന്നാൽ പോലും നീ പറയും നിൻ്റെ കേമത്വമാണെന്ന് പറയും. നിന്നെ പരീക്ഷ ജയിപ്പിച്ചെന്ന് വിചാരിച്ചോ? നീ പഠിച്ചിട്ടില്ല, പരീക്ഷ ജയിപ്പിച്ചു. അപ്പം നീ പറയും ഞാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പഠിക്കാതെ എനിക്കൊന്നും ഇഷ്ടം നോക്കിയാൽ മതി.
നീ കൂട്ടുകാർ അപ്പോൾ ദൈവമാണ് നിന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്, ദൈവത്തിൻ്റെ കാരുണ്യമാണ് നിന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നീ പന്നിയായത് കാരണം ദൈവത്തിന് അവോയ്ഡ് കൊണ്ട് പറയും, എനിക്കിതൊന്നും പ്രശ്നമില്ല, എനിക്കൊന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി, മാർക്ക് പ്രബടാന്ന് വീണുള്ളൂ എന്ന് പറയും. ദാറ്റ് മീൻസ് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പന്നി അടിച്ചു മാറ്റണം. കണ്ടില്ലേ? സ്വന്തമായിട്ട് സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവദർശനം നിൽക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, സ്വയം പുകഴ്ചയും മഹത്വം അന്വേഷിക്കാതെ ഏകജാതന്റെ മഹത്വം ദൈവത്തിന് കരയേറ്റിക്കൊണ്ട് എൻ്റെ സാക്ഷ്യങ്ങളാൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എന്നെ അഭിഷേകം ചെയ്യണം. പ്രവർത്തനങ്ങളിലും അങ്ങേക്ക് മഹത്വം കൊടുക്കുവാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പം നീ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കാതെ അതിൻ്റെ സ്വന്തം അടിച്ചു മാറ്റണ ആളാണെങ്കിൽ, ദൈവത്തിൻ്റെ മഹത്വം സ്വന്തമായിട്ട് സ്വീകരിക്കുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്നാ സംഭവിക്കുന്നത്? ദൈവം നിന്നെ തൻ്റെ മുത്തുകൾ, ഈ ദൈവത്തിൻ്റെ നിലപാട് കണ്ട, നിൻ്റെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ വിതറരുത്, വെളിപ്പെടുത്തി തരത്തില്ല. നീ അഹങ്കാരിയാണ്, തോന്നിവാസിയാണ്. നീ ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നാളെ കാലങ്ങളിൽ അത് നിൻ്റെ കഴിവായിട്ട് പ്രഖ്യാപിക്കുമെങ്കിൽ നിന്നെ പന്നിയായിട്ടാണ് ദൈവം ബ്രാൻഡ് ചെയ്യണത്. പിന്നെ നീ രക്ഷപ്പെടാനുള്ള വഴി ദൈവത്തെ അറിയാമെങ്കിലും നിൻ്റെ മുമ്പിൽ അത് ഇട്ട് തരത്തില്ല. കാര്യം എന്താണ്? നീ അത് രത്നം അടിച്ചു മാറ്റിയിട്ട് അത് നിൻ്റെ പേരിൽ നാളെ കൊട്ടിഘോഷിക്കപ്പെടും. അത് വെരി സീരിയസ് ഡേഞ്ചർ സോണാണത്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, വിനയത്തോടെ അങ്ങയുടെ മുമ്പിലെ ആരാധനയോടെ നിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ വഴിമുട്ടി പോകുമ്പോഴേ വഴി തുറന്നു തരുന്ന റോമ 9:16 അടിയൻ പ്രാർത്ഥിക്കുന്ന എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ അങ്ങയുടെ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ, അന്തരംഗത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. അപ്പോൾ അദ്ദേഹം ഇവിടുന്ന് ഇറങ്ങുമ്പോഴാണ് ഈ കൂട്ടുകാരനെ കുറിച്ച് ദൈവം ഒരു ഓർമ്മ കൊടുക്കുന്നത്. ഒരു പ്രാവശ്യം പരിചയപ്പെട്ട ആളാണ്, അത് റീസെൻ്റായിട്ട് 6 മാസം മുമ്പ് പരിചയപ്പെട്ട ആളാണ്, ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളത്. ഇയാളുടെ നമ്പർ കയ്യിലുള്ളത് കാരണം ജസ്റ്റ് ഇയാളൊന്ന് വിളിച്ച്, ഞാനിങ്ങനെ ഒരു ട്രാപ്പിലാണ്, എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഉടനെ എടുത്ത് വായിക്കും. അടുത്ത മറുപടി എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും ഇട്ട് തരാൻ പറയും. കോടികളുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കണം. ആ പ്രൈവറ്റ് കടങ്ങളെല്ലാം കൊടുത്തു വിട്ടാലും ബാക്കിയും കാശാടി മനുഷ്യൻ തിരിച്ചു കൊടുക്കണം. എന്നിട്ട് അത് കൊണ്ടേ കൊടുത്തിട്ട് ബാങ്കിൽ കൊടുത്തിട്ട് ബാങ്കുകാരെ 5 മാസത്തേക്ക് നിലനിർത്തിയിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് ചേഞ്ച് ചെയ്ത് കൈയടിച്ച് കർത്താവിനെ തുടരുക. നന്ദി പറയുന്നു. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. ഇത് കർത്താവിൻ്റെ കരുണയല്ലാതെ വേറെ ഒന്നുമല്ല നമുക്കറിയാം.
അദ്ദേഹം ഒരു ആഴ്ച കൊണ്ടാണ് ജീവിതം ഇങ്ങനെ പെട്ടെന്ന് മാറിയണത്. അത് ഉടമ്പടി അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നമുക്കറിയാം. എന്താ കാര്യം? എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? റോമ 9:16 എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താ? ദൈവത്തിൻ്റെ കരുണ. ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനം എന്താ? അതാണ് വിഷയം. എല്ലാത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനമുണ്ട്. എന്താണത്? സങ്കീർത്തനം 103:18. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ കർത്താവേ നന്ദി. ഹല്ലേലൂയ യേശുവേ നന്ദി. 103-ാം സങ്കീർത്തനം 17-18 തിരുവചനങ്ങൾ. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. ഒന്ന് പറഞ്ഞേ. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. ആദ്യ വചനം എന്താണ്? 17 എന്താണ്? കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അപ്പൊ കർത്താവിന്റെ കാരുണ്യം നമ്മുടെ മേൽ ഉണ്ടായിരിക്കും. പക്ഷെ അതേസമയം അത് ഉണ്ടാകാൻ വേണ്ടിയുള്ള കാരണം എന്താണ്? അതാ 18 പറയണത്. എന്താ പറയണത്? അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. ഈ രണ്ട് വചനം നമ്മൾ ലിങ്ക് ചെയ്തത് എന്താണെന്ന് അറിയാവോ? ഇപ്പൊ റോമ 9:16 പറഞ്ഞത് എന്താണ്? എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? കർത്താവിൻ്റെ കാരുണ്യമാണ്. അതാണ് റോമ 9:16. അതിൻ്റെ കൂടെ ലിങ്കാക്കണത് എന്താണ്? സങ്കീർത്തനം 103:18 എന്താണ്? എല്ലാത്തിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ കാരുണ്യമാണ്. കർത്താവിൻ്റെ കാരുണ്യം ആരുടെ മേലുണ്ടാവും? അവിടുത്തെ ഭക്തരുടെ മേൽ. പിന്നെ ആരുടെ മേലാണ്? അവിടുത്തെ ഉടമ്പടി അനുസരിക്കുന്നവർ. അപ്പോൾ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഉടമ്പടിയാണ്. കൈയടിച്ച് കർത്താവിനെ ഞങ്ങളെ സ്വന്തമാക്കി ഞങ്ങളോട് കരുണ കാണിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അതായത് ഇപ്പം നമ്മൾ ഒരു കൃത്യമായിട്ട് വളരെ ലോജിക്കായിട്ട് വിഷയം കണ്ടു. എന്താണ്? റോമ 9:15 ദൈവം തനിക്ക് ഇഷ്ടമുള്ളവരോട് കാരുണ്യം കാണിക്കുന്നു. അതുപോലെ ഇഷ്ടമുള്ളവരെ അനുകമ്പ ചെയ്യും. പക്ഷേ ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തികളായി മാറാൻ എന്താണ് നമ്മുടെ മാർഗം? അത് പ്രത്യേകിച്ച് മാർഗമൊന്നുമില്ല. എന്താ കാര്യം? നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് ഉണ്ടാക്കി ദൈവത്തിനെ കൊണ്ട് ഇഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് റോമ 9:16 പറയണത്. എന്താ പറയണത്? നിങ്ങളുടെ പ്രയത്നമോ ആഗ്രഹമോ അല്ല, എല്ലാത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. പക്ഷേ ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനം എന്താണ്? സങ്കീർത്തനം 103:18 ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനം അവിടുത്തെ ഉടമ്പടിയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. പാലിക്കാനുള്ള കൃപ ഉടമ്പടി ധ്യാനത്തിലൂടെ എന്റെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. ഉടമ്പടി എപ്പോഴും വരേണ്ടത് ഒരു വിഷയം എന്ന് വെച്ചാൽ കഷ്ടപ്പാട് പെരുകുമ്പോഴാണ് ഉടമ്പടി ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മളുമായിട്ട് ഉടമ്പടി ചെയ്യണമെന്നുള്ള ഒരു മനസ്സ് രൂപപ്പെട്ട് വരണത്. കഷ്ടപ്പാട് ഉടമ്പടിയും തമ്മിൽ കുറേ ബന്ധമുണ്ട്.
ശ്രുതികട്ടെ മക്കളെ, നമുക്കൊരു പാട്ടുപാടി കർത്താവിനെ ശ്രുതികട്ടെ. കേട്ട വചനങ്ങളെ ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി നിബന്ധനകള് പാലിക്കുന്നതിലൂടെ ഈശോയെ ഞങ്ങളോട് ദയ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളടിച്ച് സന്തോഷത്തോടെ വേണം ഈശോ നമ്മളോട് ജീവനോട് സംസാരിക്കുന്നതിന് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കൂടുതൽ ദൈവിക രഹസ്യങ്ങൾ ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനിലൂടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തുവരാ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതി. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിൽപ്പാനോ ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിൽപ്പാനോ ഞാൻ പോരാത്തവനായി. ഉയർത്തി ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതി. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ ആരാധന. ശ്രുതികട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ധ്യാന വിവിധ ഭൂഖണ്ഡങ്ങളിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ ദിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ ദിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. നീ പറഞ്ഞാൽ തീരം മാറും, നീ പറഞ്ഞാൽ മരണം മാറും, നീ പറഞ്ഞാൽ തീരം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതിനുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതിനുള്ളൂ. ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതി. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിൽപ്പാനോ ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതി. ശ്രുതികട്ടെ. ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി. ഭാഷാവരത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതി.
പരിശുദ്ധ പരം